ഒരു കാര്യം കൂടി, കത്രികയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇത് വളരെ ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒരു, അതായത് എന്നെ ഇപ്പോ ആ നിലയിൽ പറയുന്നതാണ്. ഏറ്റവും 2017 ഒരെണ്ണം എന്ന് പറയുന്നു. അതിന് 2021 മെയ് മാസം ആദ്യം എന്ന് പറയും, 12-ാം തീയതിയാണ് ആ സർജറി നടന്നത്. രണ്ടും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ അക്കാലത്ത് മന്ത്രി അല്ലാതെ ഇരുന്ന, ഇത് ഈ സർജറി നടക്കുമ്പോൾ മന്ത്രി അല്ലാതെ ഇരുന്ന എന്നെയാണ് എത്തരത്തിൽ ആക്രമിച്ചത്. എന്റെ വീട്ടിൽ ഇത് ഒരു മന്ത്രിയാണോ അതിന് ഉത്തരവാദിയാണോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും എന്റെ കാലത്തിനും അല്ലാതെ നടന്നൊരു കാര്യം, ഈ 5 വർഷം നടന്ന സംഭവങ്ങളുടെ പേരിൽ അല്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതായി. കത്രിക എന്നൊരു ആരോപണം ഉന്നയിച്ച് മോശപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു ആ കത്രിക കൊടുക്കുന്നത് 2017-21 എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല വിമർശിക്കേണ്ടത്, ശൈല ടീച്ചറെയാണ് വിമർശിക്കേണ്ടതെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞു വെച്ചത്. അത് സ്വാഭാവികം സമ്മതപത്രമാണ്. എത്ര ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു നോട്ടീസ് ഒട്ടിക്കപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയാണെങ്കിൽ അത് ആരാണ് ഒട്ടിച്ചത്? ഒരു സർക്കാർ സ്ഥാപനമല്ലേ? ആ സർക്കാർ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്നാൽ അത് ആരാണെന്ന് കണ്ടെത്താൻ ഈ സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ മന്ത്രി പറയണം അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് പരാതിയാണ്. അതിന് ഇത്രയും ആരോഗ്യമന്ത്രിയെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെ മോശപ്പെടുത്താൻ ശ്രമിച്ച ആ വ്യക്തിയെ ഇതേവരെ കണ്ടെത്താൻ സാധിക്കാത്തത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് എന്ന് പറഞ്ഞു. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. നഴ്സിംഗ് കോളേജിന്റെ കാര്യം പറഞ്ഞു, ഇവിടെ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് കഴിഞ്ഞ കൊല്ലം നഴ്സിംഗ് വിദ്യാർത്ഥികൾ മഴയത്ത് നിന്ന് സമരം ചെയ്തത്? ഏതായാലും നിന്നിട്ട് കാര്യമില്ല. മഴയത്ത് നിന്ന് സമരം ചെയ്തത് ആരോഗ്യമന്ത്രിക്കെതിരെ തന്നെയല്ലായിരുന്നു. അവരുടെ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കാതെ, അവർക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാതെ ഘട്ടം വന്നപ്പോഴല്ലേ ഈ പത്തനംതിട്ടയിലെ മഴയത്ത് നിന്ന് അവർ സമരം ചെയ്തത്. അധികം കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കോഴഞ്ചേരി പാലത്തിന്റെ കാര്യം പറഞ്ഞു. ഞങ്ങളല്ല ഇതൊന്നും പറഞ്ഞു. കോഴഞ്ചേരി പാലം ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ആദ്യം പോസ്റ്റർ ഇറക്കിയത് സർക്കാരാണ്. എന്നാൽ പാലമല്ല, അപ്രോച്ച് റോഡാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞത് ജില്ലാ സെക്രട്ടറിയാണ്. ഏതാ സത്യമെന്ന് അവർ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് കുഴപ്പമില്ല. അത് ഇപ്പൊ പറയാൻ കഴിയില്ല. ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണ് ആ വർക്ക് കൊടുത്തിരിക്കുന്നത്. പറ, 300 കോടി രൂപയുടെ വർക്ക്, 299 കോടി രൂപയുടെ വർക്ക് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണോ കൊടുത്തത്? നല്ല ചോദ്യം. പറ, ഉത്തരം പറ. ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണോ കൊടുത്തത്? അപ്പൊ ആ കാര്യം ഞാൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി രണ്ട് ഞാൻ പറയാം, ഓരോന്നായിട്ടും പറയാം. എനിക്ക് എല്ലാത്തിനും ഉത്തരവുണ്ട്. ഞാൻ പറയുന്നതിൽ എനിക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഡിവൈഎഫ്ഐ എന്നാണ് 20 കോടി രൂപ സർക്കാരിന് കൈമാറിയത്? പറ. അല്ല പറ, എന്നാ കൈമാറി? അല്ല, എനിക്ക് ഡേറ്റ് ഓർമ്മയുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്. എന്നാ കൈമാറിയത്? പറഞ്ഞു. തീയതി ഏത് മാസമായിരുന്നു? ഓർക്കുന്നില്ലേ? അല്ല, അതങ്ങനെ പോവല്ലേ. പറ, ഏത് മാസാ കൈമാറിയത്? എന്നാ ഞാൻ പറയാം, ഏപ്രിൽ മാസത്തിലാണ്. ഏപ്രിൽ മാസത്തിന്റെ 2025 ഏപ്രിൽ മാസത്തിന്റെ 23 മറ്റോ ആണെന്നാണ് എന്റെ ഓർമ്മ. 20 കോടി രൂപയുടെ ചെക്ക് അല്ലെ കേരളത്തിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഒരു ചെക്ക് കൈമാറുന്നത് ആ ദുരിതാശ്വാസ നിധിയിലേക്ക് 20 കോടി രൂപ കൈമാറണല്ലോ. മനസ്സിലാവുന്നുണ്ടാവല്ലോ. എന്നിട്ടാണല്ലോ മുഖ്യമന്ത്രിക്ക് തുക കൈമാറുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്താ? 20 കോടി രൂപ ഇവർ കൈമാറി എന്നുള്ളതല്ലേ? ഞാൻ ഇപ്പോഴും ഉത്തരവാദിത്തത്തോടു കൂടി ചോദിക്കുന്നു, 20 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ വന്നിട്ടുണ്ടോ? ആ ദിവസം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? അല്ലല്ല, ഞാനതാ പറയുന്നേ. അന്ന് വന്നിട്ടുണ്ടോ ഇല്ലയോ? അന്ന് വന്നിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. ഒന്നുകൂടെ പറയുന്നു, 20 കോടി രൂപ കൈമാറി എന്ന് പറയുന്ന ദിവസം കൈമാറിയിട്ടില്ല എന്നാണ് ഡിവൈഎഫ്ഐ പുറത്തുവിട്ട കണക്ക് പ്രകാരം കൈമാറിയതെന്നറിയാവോ? 2026 ജനുവരി മാസം 5-ാം തീയതി എന്ന് പറഞ്ഞാൽ 11 മാസം 10 മാസത്തിന് ശേഷമാണ് 15 കോടി രൂപ കൈമാറിയത്. ഞാൻ പറയാം, തെറ്റുണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 10 മാസം ഈ 15 കോടി രൂപ കൈ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരുന്നു? അപ്പൊ ഈ 15 കോടി രൂപയുടെ ഒരു വർഷത്തെ പലിശ ഒന്ന് ആലോചിച്ച്, 1 കോടി രൂപ മേളിൽ വരില്ല. ആ പൈസ എന്താ ചെയ്തവര്?
അതായത് ഉത്തമ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അതിന്റെ ഉത്തരം പറഞ്ഞാൽ മതി. ഈ 10 മാസം ആ പണം എന്തിനാണ് ഡിവൈഎഫ്ഐ അക്കൗണ്ടിലിട്ടത്? അല്ല മിനിസ്റ്റർ പറഞ്ഞാൽ മതി. അല്ലല്ല ഞാൻ പറയുന്നതേ ഇവിടെ ഡിവൈഎഫ്ഐ പറഞ്ഞോളൂ. പക്ഷേ വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ ഒരു കണക്കില്ലാത്തവർ, ഇത് എവിടെ പോയി എന്ന് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റാത്ത പറ്റാത്തവർ ഇപ്പൊ പറയാണ് ഈ ഡിവൈഎഫ്ഐ കൊടുത്തത് അന്ന് വന്നോ അതോ ഇത്ര ദിവസം കഴിഞ്ഞാണോ വന്നത്? ഡിവൈഎഫ്ഐ വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ട് എവിടെ? അതിന്റെ കണക്ക് എവിടെ? ഭയങ്കരം തന്നെ. ഞാൻ അങ്ങനെ ഒരു കാര്യം ബാക്കി ഡിവൈഎഫ്ഐ പറഞ്ഞോളൂ. പത്തനംതിട്ടയിൽ നിന്നാണ് ആ വാർത്താ സമ്മേളനം ഞങ്ങൾ നടത്തിയത്. അഭിരാജ് ചേട്ടാ നോക്കിയതല്ലേ ആ അക്കൗണ്ടിന്റെ ഫുൾ സ്റ്റേറ്റ്മെന്റ്? ഈ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ പത്രക്കാരും നോക്കിയതല്ലേ ആ സ്റ്റേറ്റ്മെന്റ്? ആ അക്കൗണ്ടിൽ നിന്ന് 1,20,00,000 1,05,00,000 മറ്റോ അല്ലെ? ആ അക്കൗണ്ടിൽ നിന്ന് ഒരു തുക പുറത്തേട്ട് പോയതായിട്ടുള്ള കണക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. മിനിസ്റ്റർ ആ കേട്ടോളൂ. അതിന് തന്നാരും വിളിച്ചില്ല. അവലാലയുടെ മിനിസ്റ്ററുമായി വളരെ ബന്ധമുള്ള ആളാണ്. ഇത് കേട്ടോളൂ. അല്ലെങ്കിൽ ഈ പത്രക്കാരെല്ലാം ബന്ധമുള്ള എല്ലാവരുമായിട്ടും കേട്ടോളൂ. ഉറപ്പിച്ച നന്നായി. ഇതിപ്പം വീടുകൾ പൂർത്തീകരിക്കാന്ന് പറഞ്ഞ സുഹൃത്തെ, ഇത് സർക്കാർ പണിത വീടല്ലേ, CPM പണിത വീടൊന്നും അല്ലല്ലോ. ഈ നാട്ടിലെ സാധാരണ MLA-മാരടക്കമുള്ളവർ കൊടുത്ത പൈസ, ഇന്ന് രണ്ടും കൽപ്പിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. ഈ നാട്ടില് പാത്തുമ്മയുടെ ആട് വിറ്റ് കൊടുത്ത പൈസ, ഈ നാട്ടിൽ കുടുക്ക പൊട്ടിച്ചു കൊടുത്ത പൈസ, 750 കോടി രൂപ സർക്കാർ കയ്യിൽ വെച്ചിട്ട് സർക്കാർ പൂർത്തീകരിച്ച വീടല്ലേ. ഞാൻ പോകുന്നു. ബൈ ബൈ.